സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ച ദൈവത്തിന് സകല മഹത്വവും കരയറ്റിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ടും ഈ ദിവസം ഈ സമയം നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരവകാശം തന്ന കർത്താവിന് സർവ്വമഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കാണ്. പ്രിയ സൂസനാന്റിയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. സൂസനാന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. സ്തുതി ദൈവത്തിനുള്ളത്. ഞാനിത് പഠിപ്പിക്കുന്നത് അത് കാരണം പെട്ടെന്ന് ആ വാക്ക് തിരുത്തേണ്ടത് ആവശ്യമാണ്. സ്തുതി മഹത്വവും എല്ലാം ദൈവത്തിന്. നമ്മളെ നടത്തുന്ന വിധങ്ങൾക്കും നമ്മൾക്ക് ഗൈഡ് തരുന്നവർക്കും നമ്മുടെ എല്ലാ നന്മകൾക്കും നമ്മൾ സ്തോത്രം ദൈവത്തിന് നന്ദി കരയിച്ച് സ്തോത്രം ചെയ്യുക. സൂതനാഥന്റെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ പല കൃപകളാണ് പ്രിയ ദൈവദാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. പലരെയും മെന്റർ ചെയ്യാനുള്ള ഈ ഒരു കൃപയുണ്ട്. അത് വേണ്ട പോലെ ഹാൻഡിൽ ചെയ്യാൻ ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പുകഴ്ത്താനല്ലല്ലോ സ്വർഗത്തിലെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. ഈ സ്വർഗത്തിലടങ്ങത്തില്ല, ഭൂമിയിലടങ്ങും, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു എന്ന ഒരു വലിയ മർമ്മം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചത് ഓർത്ത് കഴിഞ്ഞാല് എത്ര സ്തുതിച്ചാലും മതിയാക്കില്ല. ഈ വലിപ്പം അറിയാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾ ഡിലേ ആക്കിയും വേണ്ട പോലെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെയും ഒക്കെ ആയിരിക്കാം. പലപ്പോഴും കുറവുകളും തെറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ നീതിമാന്മാർ വീണാലും എഴുന്നേൽക്കും, അവർ നിലംപരി ചാകയിലും. ദൈവത്തിന്റെ വചനം പറയുന്നത് കൊണ്ട് ചെറുതും വലുതുമായ ഏത് പാപങ്ങൾ വന്നാലും കർത്താവ് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായ യേശു കർത്താവിന്റെ മക്കളായ നമുക്ക് അവകാശവും അധികാരവും എല്ലാം ദൈവം നൽകിയിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്താൽ അതിന്റെ മേലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തകർന്ന ഹൃദയങ്ങളെ പണിയുന്ന ദൈവം, ചതഞ്ഞ ഓട ഓടിക്കാത്ത ദൈവം, പുകയുന്ന തിരി കെടുത്താത്ത ദൈവം, ഒരു ചെറിയ കനലെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനെ ഊതി കത്തിക്കാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഏകദേശം 7 മണിയാകുമ്പോൾ നിൽക്കണമല്ലോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളില് എന്നെ ഫലമേൽപ്പിക്കുന്നു, നമ്മുടെ മീറ്റിങ്ങിനെ ഫലമേൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യട്ടെ. ആ ദൈവവചനം നമുക്ക് വായിച്ചുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 2:5 നമുക്കൊന്ന് വായിക്കണം. ഫിലിപ്പിയ ലേഖനം 2:5, അതുപോലെ തന്നെ എബ്രായ ലേഖനം 12:2. യേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എബ്രായ ലേഖനം 12:2 ഞാൻ തന്നെ പെട്ടെന്ന് അങ്ങ് വായിച്ചേക്കാം, സമയം കളയണ്ടല്ലോ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കുവാതിരിക്കാൻ പാവികളാൽ തനിക്ക് നേരിട്ടുള്ള ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. ആമേൻ. കർത്താവെ, തൃക്കരങ്ങളിലേക്ക് വചനത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി അനേക സംഭവങ്ങൾ ഞങ്ങൾ മുമ്പിൽ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കാൻ അങ്ങനെ മുമ്പേക്ക് തന്നെ നോക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. വചനം അങ്ങയുടേതാണ്. എല്ലാം ഹാലേലി വചനങ്ങൾ ദൈവശാസ്ത്രീയമാക്കിയാൽ അങ്ങയുടെ ശ്വാസത്താൽ അങ്ങയുടെ ജീവനാൽ ഇത് കേൾക്കുന്നവരെ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിക്കണം. അത് ഞങ്ങൾക്ക് രൂപാന്തരം നൽകുവാൻ, വലിയ ശക്തി പകരുവാൻ, ജീവൻ പകരുവാനുള്ളതായിരിക്കും. ആമേൻ. നിന്ദകൾ സഹിച്ചു മടുത്താലും ഇതാ വചനം. വിരോധം സഹിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനം വെളുപ്പാതിരിക്കുകയും ചെയ്തത് എങ്ങനെയാണ്? തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെയും അപമാനം അലക്ഷ്യ ക്രൂശിനെ സഹിക്കുക, അല്ലെ? അതുപോലെ തന്നെ വിരോധം സഹിച്ചു. നമുക്കെതിരെ എന്തെല്ലാം വിരോധങ്ങളാണ്, എന്തെല്ലാം ക്രൂശുകളാണ് വരുന്നത്. ക്രൂശ് എന്തിനുള്ളതാ? നമ്മളെ താഴ്വ പഠിപ്പിക്കാനുള്ളതാണ്. നമ്മളെ തകർത്താലും നമുക്ക് ആത്മീയ നന്മകളും ആത്മീയ വളർച്ചയും തരുവാനായിട്ടുള്ളതാണ് ക്രൂശ് എന്നുള്ളത്. കർത്താവ് എന്റെ ആ താഴ്മ നമുക്ക് എന്താ ലഭിച്ചത്? നമുക്ക് ദൈവം നല്ലൊരു ശക്തിയും ഒരു മാതൃകയും ദൈവം നൽകി തരികയാണ്. ദൈവത്താൽ നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടതിന്, ഒരു ആത്മീയ വളർച്ചയിലേക്ക് നമ്മൾ നയിക്കപ്പെടേണ്ടതിന് കർത്താവ് ചെയ്ത
ഏറ്റവും വലിയ ഒരു കാര്യം താൻ ക്രൂശിനെ സഹിച്ചു എന്നിട്ടാണ് ആ ഫലത്പാദിക്കാനുള്ള യോഗ്യതയിലേക്ക്. അപ്പൊ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതുണ്ട്. ഈ വചനത്തിന്റെ അവസാനം നമുക്ക് വീണ്ടും ഈ എബ്രായ ലേഖനം വായിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു ദാസനായി തീർന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ദാസ്യത്വ വേലയല്ല ചെയ്തത്, പിതാവിന് ദാസനായി തീർന്നത് നല്ല മാതൃക നമുക്ക് കാണിച്ചു. അതാണ് കർത്താവിന്റെ ആ താഴ്മ നമ്മുടെ ശക്തിയും നമുക്ക് മാതൃകയും നൽകുന്നത്. നമ്മിൽ അഹങ്കാരം ഉണ്ടാകാതിരിക്കാൻ ആരെ നോക്കണം? ഈ ഒരൊറ്റ മുഖത്തോട്ട് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ആ മുഖത്തെ നോക്കിയിട്ട് ആ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് അഹങ്കാരം ഉണ്ടാകും. നമ്മൾ നമ്മുടെ മിനിസ്ട്രിയിൽ ചിലപ്പോൾ അഹങ്കരിക്കും. നമ്മുടെ ഓരോ വാക്കിലും നമുക്കറിയത്തില്ല, പ്രൈഡ് പലപ്പോഴും അതിനെ കിള്ളിയെടുത്ത് മനസ്സിലാക്കി തരുന്നത് ഈ വചനമാകുന്ന കണ്ണാടിയിലൂടെ നമുക്കത് നോക്കി മനസ്സിലാക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കണം. ഇപ്പം ഞാൻ തൃശ്ശൂരെ മുണ്ടത്തിക്കോട് ഇപ്പൊ 1:30 മുതലാണ് ആ വലിയ സ്ഫോടനം നടത്തിക്കുന്നത്. ആ ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അത് കാരണം അത് ഓഫ് ചെയ്തു. കാരണം അവിടെ പൊട്ടല് നടക്കുന്നു, അതിനിടയ്ക്ക് ഈ മനുഷ്യ ശരീരങ്ങൾ ചിതറി വീട്ടിൽ മുറ്റത്തും ഒക്കെ വീഴുന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ വിതുമ്പലോടെ അവിടുത്തെ കൗൺസിലർമാരും പഞ്ചായത്തിലെ ആൾക്കാരും ന്യൂസ് പറയുന്നു ഒക്കെ പറയുമ്പോ നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ ചിതറി പോകാത്ത ഒരവസ്ഥ, നമ്മളെ പരിപാലിക്കുന്ന അവസ്ഥ, നമ്മുടെ സംരക്ഷണം നൽകുന്ന ദൈവം എത്ര നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ മറ്റേ എനിക്ക് 2 കുഞ്ഞുങ്ങള്, രണ്ടുപേര് രണ്ടിടത്തായിട്ട് ജോലിയിലായിരിക്കും. ഹസ്ബൻഡ് ഈ യുദ്ധത്തിന്റെ ആ ഒരു ഭീകരത ഉള്ള ഖത്തറിലായിരിക്കും. പക്ഷെ കർത്താവ് ഇത്രയോട് സഹായിച്ചു. ഫെബ്രുവരി ലാസ്റ്റ് തുടങ്ങിയതല്ലേ, ഏപ്രിൽ ആയില്ലേ, ദൈവത്തിന്റെ പരിപാലനയല്ലേ ഉള്ളൂ. പുകഴാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കർത്താവ് നമ്മളെ കരുതുന്ന വിധങ്ങൾ ഓർത്താല് നിമിഷ നേരങ്ങൾക്കുള്ളിലല്ലേ കഴിഞ്ഞ ആഴ്ചയിലെ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ പോയതാ. ടീച്ചേഴ്സ് 9 ടീച്ചേഴ്സ് ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയാണ്. ഇനിയും പലരും അങ്ങനെ പ്ലാൻ ചെയ്തവരെ എനിക്കറിയാം. എന്നാലും ഞാൻ ഇന്നലെയും പറഞ്ഞു പ്രാർത്ഥിച്ചു പോണേ. കാരണം എല്ലാവർക്കും എൻജോയ്മെന്റ് ആവശ്യമാണ്, ഒരു റിലാക്സ് ആവശ്യമാണ്. പക്ഷെ എപ്പോ എന്ത് സംഭവിക്കുന്നു നമുക്കറിയത്തില്ല. കർത്താവിന്റെ കരുണയും ദൈവിക സംരക്ഷണം നമുക്കുള്ളതിനായിട്ട് നമുക്ക് ഒത്തിരി ദൈവത്തിന് നന്ദി പറയേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ പണ്ട് നമുക്കറിയാലോ, വാഗമണിലെ ഡോക്ടേഴ്സ് എല്ലാം പോയി ഒരു കാർ അങ്ങനെ മറിഞ്ഞ് അത്രയും പേരും അങ്ങനെ മാറ്റപ്പെട്ടു. എത്ര 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 കാര്യങ്ങളാ. ഇപ്പോ പിന്നെ ഓസ്ട്രേലിയയിലോ മറ്റോ ആയിരുന്നു, ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കൊച്ച് പോകുന്നില്ല കളിക്കാനെന്ന് പറഞ്ഞിരുന്നേച്ച് ഈ പിള്ളേരുടെ നിർബന്ധത്തിന് പോയേച്ചു വരാൻ അപ്പൻ പറഞ്ഞു. ആ കുഞ്ഞു മാറ്റപ്പെട്ടു, വെള്ളത്തിൽ വീണ് പോയി. അമ്മ പുറത്തായിരുന്നു. പിന്നെ അവര് വരാൻ നോക്കി. എന്തെല്ലാം അപകടങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെക്കേഷനൊക്കെ പോകുന്നു. ഇതിനകത്തായിരിക്കുന്ന ഓരോരുത്തരും അമ്മമാര് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ഞാൻ പണ്ട് എന്റെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കും, പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. എന്നാൽ പലവിധമായ ഒഫീഷ്യൽ കാര്യങ്ങൾക്കോ പല കാര്യങ്ങൾക്കോ പോകേണ്ടി വരുമ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ദൂതന്മാരാൽ കുഞ്ഞുങ്ങളെ കാവൽ ചെയ്യും. ഒരു സ്വിച്ചില് കയറി പിടിച്ചാലോ ഒരു അടുക്കളയിൽ പോയി ഒരു കത്തി എടുത്താലോ ഒക്കെ എന്തെല്ലാം സംഭവിക്കാം, ഏതെല്ലാം ചിന്തിക്കാം. പക്ഷെ ദൈവത്തിന്റെ സംരക്ഷണം ദൂതന്മാരാൽ കാവൽ ചെയ്യപ്പെടും എന്നുള്ള നമ്മുടെ ആ ഒരു വിശ്വാസവും പ്രത്യാശയും എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് പോകും. എന്നോടൊപ്പം നാട്ടിലുള്ള എന്റെ അമ്മായിമാരൊക്കെ ചോദിക്കുമായിരുന്നു, ഞാൻ എങ്ങനെയാ ഇത്രയും കൊച്ചു പിള്ളേരെ ഈ കാര്യം പോയി നടത്തുന്നത്. ഞാൻ അന്നേരം പറയും, എബ്രിയേലും മിഖായേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അങ്ങനെയാണ്. കാത്തലിക്സുകാരൊക്കെയാണ് ചോദിക്കുന്നത്. കർത്താവിന്റെ വിശ്വാസത്തെ നമുക്ക് ഇപ്പോഴും പ്രഖ്യാപിച്ചു പറയാൻ ഓരോ സമയങ്ങളും നമുക്ക് തരുന്നത് അങ്ങനെ തന്നെയാ. ഇന്ന് വരെയും ആ കുഞ്ഞുങ്ങളെ കർത്താവ് പറയും. ഞാൻ അവരുടെ അടുത്തുണ്ടായിട്ടല്ല, പലപ്പോഴും ഏതെല്ലാം യാത്രകള് കാര്യങ്ങള് എന്തെല്ലാം അവര് നേരിടുന്നുണ്ട്. കർത്താവിന്റെ കാര്യം മാത്രമേ എന്റെ കുഞ്ഞുങ്ങളെ പരിപാടി വിശ്വാസം എനിക്കുണ്ട്. ദൈവമാണ്, ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭദ്രമാണ്. നമ്മളെ ഒത്തിരി ചിന്തിക്കുകയും ഒത്തിരി വിചാരിപ്പെടുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, നമുക്ക് ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ എത്ര കുറവുള്ളവരാണ്. ഈ ദൈവത്തെ ഒന്ന് നോക്കിയിട്ട് ദൈവമായിട്ട് തുലനം ചെയ്ത് നോക്കണം, മനസ്സിലാക്കണം നാം എത്ര കുറവുള്ളവരാണ്. നമുക്ക് എന്തെങ്കിലും നേടിയെന്ന് പറയാനുണ്ടോ? പൗലോസ് എന്താ പറഞ്ഞത്, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുക. എവിടെയെങ്കിലും എന്തെങ്കിലും ആയെന്ന് പറയാൻ നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആരും ഇതുവരെയും തികഞ്ഞിട്ടില്ല. ധനവാനെന്നോ ദരിദ്രനെന്നോ ഒന്നുമല്ല പ്രധാനം. നമ്മുടെ മനോഭാവം എന്താണെന്ന് നോക്കുന്നത്.
അതാണ് പ്രധാനം. ഒന്നിലും നമുക്ക് ആ ഒരു അഹങ്കാരം ഉണ്ടാകാതെ, നിഗളം ഉണ്ടാകാതെ കർത്താവിന്റെ സന്നിധി താഴ്മയോടെ ഇരിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കരുതും. ദൈവം നമ്മിൽ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളെയും കണ്ടിട്ട്, ആ പരിപാലനത്തെ കണ്ടിട്ട്, നടത്തുന്ന വഴികൾ ഓർത്തിട്ട്, അത്ഭുതകരമായി നടത്തുന്ന വഴികൾ ഓർത്ത് മാറി നിന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയാണെങ്കിൽ അതാ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളിൽ ആരാധന. ദൈവത്തെ നമ്മൾ അങ്ങനെ ആരാധിക്കാൻ പഠിക്കണം. നമ്മെ രക്ഷിച്ച ദൈവം അല്ലെ. എന്തിനാ ഈ സുവിശേഷീകരണം? നമ്മളെയൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു മീറ്റിങ്ങിനൊക്കെ കൊണ്ടുവന്ന് എടുത്തും ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കർത്താവിന്റെ സന്നിധിയിൽ എത്തിയല്ലേ. ആ രക്ഷ അനേകരോട് പറയേണ്ടത് നമുക്കൊരാവശ്യമാണ്. ഒരു ഭിക്ഷക്കാരൻ അവൻ ചോദിക്കുക, എനിക്ക് ആഹാരമേ കിട്ടുന്നില്ല. അവൻ ആഹാരം കിട്ടിയ ഭിക്ഷക്കാരൻ പറയുക, ഞാൻ ഇന്നടത്ത് ചെന്നിട്ടാണ് ആഹാരം എനിക്ക് കിട്ടാൻ ഇടയായത് എന്ന് പറഞ്ഞതുപോലെയാ. നമ്മള് വറ്റി വരണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ജീവനില്ലാതിരുന്ന അവസ്ഥയില്, പാപ അവസ്ഥയിലൊക്കെയും ഈ ദൈവത്തിന്റെ അടുക്കലിൽ ചെന്നപ്പോ എനിക്ക് ആശ്വാസം ലഭിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്നുള്ള പ്രത്യാശ നമ്മളിൽ ഉളവാക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് വചനത്താൽ നമ്മളിൽ വ്യാപാരം ചെയ്തെങ്കിൽ, നമ്മളെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, ഈ രക്ഷയെന്ന സന്തോഷം നമുക്ക് തന്നെങ്കിൽ ഒരാൾ പറയുന്ന നമ്മൾ ബാധ്യസ്ഥരാ. ഈ ദൈവത്തിന്റെ അടുക്കൽ നീ ഒന്ന് വാ, ഞാൻ ഈ ദൈവത്തെ കണ്ടുപിടി. ഈ രക്ഷ എനിക്ക് ലഭിച്ചതുപോലെ ഇത് നിനക്കും ലഭിക്കും. ഒരു കാലത്ത് ഞാൻ പാപിയായിരുന്നു, കർത്താവിന്റെ പാപങ്ങൾക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി മധ്യസ്ഥം അണയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മറ്റുള്ളവർക്ക് പറയുവാൻ സുവിശേഷം അല്ലെ. അപ്പൊ ഇത് ദൈവത്തെ നമ്മളൊന്ന് നോക്കുക. ആ കർത്താവാണ് നമുക്ക് നമ്മളെ നോക്കിയത് എന്തിനാ? സ്വർഗരാജ്യത്തിൽ നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് പലരെയും കർത്താവിനെ നേടിയെടുക്കാൻ ആവശ്യമുള്ളത് കൊണ്ട് കർത്താവ് നമ്മളെ നേടി. എന്നാല് നമ്മളോ ആ കർത്താവിനെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് നമ്മളെ ആവശ്യങ്ങൾ അതിനുള്ള മാത്രമല്ല കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തവരെ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി താഴോട്ട് പിടിച്ചിറക്കിക്കൊണ്ട് വരുവാനല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. അനേകരെ കർത്താവിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് എന്തുവാ ക്രിസ്തീയ ജീവിതത്തിലെ ഓരോ ജീവിതത്തിലും നമുക്ക് ഓരോ മാറ്റങ്ങൾ ആവശ്യം. ഓരോ ഓർഡർ ഉണ്ട് ദൈവം വെച്ചിരിക്കുന്നത്. നമ്മുടെ മൈൻഡ് ചേഞ്ച് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെന്തുവാ? തെറ്റുകളെ, കുറ്റങ്ങളെ, പരാജയങ്ങളെ ഏത് വന്നെന്ന് പറഞ്ഞാലും അത് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മൈൻഡ് അത് നമ്മൾ ബോധപൂർവം തന്നെ മാറ്റും. ഒരുത്തിനെ രക്ഷപ്പെടാൻ ഒരു ആവശ്യവും ബോധവും ഇല്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ ഭയങ്കര പാടാണ്. പക്ഷെ ഒരാഗ്രഹം, എന്റെ കർത്താവേ ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്കൊരു മാറ്റം, എന്റെ ഈ ജീവിതത്തിലെ മരവിപ്പിൽ നിന്ന് എനിക്കൊരു മാറ്റം, എന്റെ ഈ ജീവിതത്തിലെ ഈ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം, എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ചില മറുപടികൾ ലഭിക്കുവാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ദാവീദ് യേശുവേ മനസ്സലിയണമേ എന്ന് പറഞ്ഞ് ഓടിച്ചെത്തിട്ട് ഒരു ദൈവം. അതുപോലെ തന്നെ ബെത്സേദ കുളക്കരയിൽ ചെന്നിട്ട് നീ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാ ചോദിക്കുന്നത്. മനസ്സുണ്ടോന്ന് ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടല്ല. കർത്താവിനെ അറിയണം. നമ്മൾക്കൊരു മനസ്സുണ്ടെങ്കിലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ബോധപൂർവം നമ്മൾ ആ ഒരു മൈൻഡിലേക്ക്, കോൺഷ്യസ് മൈൻഡിൽ തന്നെ ദൈവത്തിനെ നമ്മുടെ മൈൻഡ് ചേഞ്ച് ആക്കി ദൈവത്തിനെ വേണ്ട ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. രണ്ടാമത് ആ ഒരു ഫീലിംഗ് മൈൻഡ്, നമ്മുടെ ഫീലിംഗ്, വൈകാരിക മണ്ഡലങ്ങളിൽ ചേഞ്ചസ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ബോധ മനസ്സിൽ നമ്മൾ സമർപ്പിതമാകുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ട് മാറ്റി ഈ വൈകാരികമായ വേദനകളെല്ലാം കർത്താവിനോട് അടുക്കാനായിട്ട് ഇടയാകും. അപ്പോഴാണ് അടുത്ത പ്രവൃത്തിയിലേക്ക് നടത്തുന്നത് ദൈവം. നമ്മളെ അകത്തും പുറത്തുമുള്ള ഒരു മാറ്റം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്കല്ല, നമ്മൾ ആദ്യം ചെയ്തൊരു പ്രവൃത്തിയാണ്. ഈ ഓർഡർ തെറ്റി മൂന്നാമത്തേത് ആദ്യം ചെയ്യും. കർത്താവ് വിളിച്ചു വേർതിരിച്ചു കൂടിപ്പോയി മിനിസ്റ്റർ ചെയ്യുന്ന ഭയങ്കര തെടുത്തം ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം സമാധാനപരമായിട്ടാണ് പലതും ആഗ്രഹിക്കുന്നത്. എന്നാലേ നമുക്ക് അതിന്റെ പക്വതയിൽ അതിന്റെ അകത്തോട്ട് കയറി ചെല്ലുള്ളൂ. തിടുക്കത്തിൽ ഇറങ്ങി പലരും എവിടെ വഴിയിൽ വെച്ച് എന്നാ എടുക്കും? മടുത്തു പോകും. അതിനാ കർത്താവ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്, മടുത്തു പോകാതിരിക്കാൻ അല്ലേ. നമ്മള് ജീവിതത്തിലും അടുക്കുന്നുണ്ട്, പ്രാർത്ഥനയിലും അടുക്കുന്നുണ്ട്, മിനിസ്ട്രിയിലും അടുക്കുന്നുണ്ട് അല്ലെ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലോട്ട് കയറി വരുന്നത്. അവിടെയെല്ലാം നമ്മുടെ മടുപ്പ് മാറ്റാൻ ഈ കർത്താവിനെ നോക്കുകയാണ്. അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഓർഡർ ആദ്യം നമുക്ക് ചെയ്ത് നമ്മുടെ മനോഭാവം ചെയ്ത്
അത് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് അത് നമുക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതമായി തീരുമ്പോൾ ആ വൈകാരിക മണ്ഡലം കർത്താവ് കൊണ്ട് ക്ലീൻ ചെയ്യും. അതിനുശേഷം നമ്മളെ ഒരു പക്വതയിൽ എത്തിച്ചിട്ടായിരിക്കും നമ്മുടെ ആ പ്രവൃത്തിയിലേക്ക് ദൈവം നമ്മളെ വരുന്നത്. അപ്പൊ നമ്മള് എങ്ങനെയാ അത് ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നല്ല അവസ്ഥയാണ് ആ കർത്താവിനെ ആ തേജസ് അനുഭവിച്ചു കഴിയുമ്പോൾ, ആ ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ, ഏശയ്യാവ് കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴല്ലേ തന്റെ നാവിന്റെ മേല് ഒരു ദണ്ടുകൊണ്ട് കുത്താനിടയായി അല്ലേ, ഒന്ന് തൊട്ടു. ആ ഒരു തൊഴിയില് അതൊരു ഒരു സ്പർശനം അവിടെ ആണ് ആ കർത്താവിന്റെ തേജസ് തനിക്ക് കാണാൻ പറ്റിയത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും പലപ്പോഴും നമുക്ക് ചിലപ്പോ ഓരോ സ്പർശനങ്ങളായിട്ട് നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ പ്രതികൂലങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയണം. അത് ദൈവത്തിന്റെ തേജസ് നമ്മളിലൂടെ വരുവാനാണ്. അതിന് നമുക്കൊരു തുറന്ന മനസ്സ് വേണം. ബോധപൂർവ്വം നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമ്മൾ അനുവദിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ ബിലീവേഴ്സ് ആയിട്ട് കാര്യം ദൈവം വചനങ്ങളെ ഹൃദയത്തിലിരിക്കുന്ന സംസാരിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ ഞാൻ ഒരുപാട് വില കൊടുത്തു ഇറങ്ങിയ കാലം. പക്ഷേ ദൈവം എന്റെ തലയെ താഴ്ത്തിക്കളയാനോ എന്നെ ഒതുക്കി നിർത്താനോ അല്ല. കർത്താവിന് എന്ത് എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നോ അത് ഓരോ സ്റ്റെപ്പായിട്ട് കാലങ്ങളോളം ദൈവം എന്നെ നടത്തുവാനിടയായി. നമുക്ക് തുറന്ന മനസ്സ് ദൈവം അതാണ്. അപ്പം ആ തുറന്ന മനസ്സോടെ നമ്മൾ ഈ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഒക്കെ അത് ദൈവത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുക. ആ തേജസ് നമ്മളിലേക്ക് വരിക വചനത്തിൽ കൂടെ. അത് നമ്മളതിനെ രാത്രികാലങ്ങളിലൊക്കെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ചിലര് രോഗികളായി കിടക്കുന്ന നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. എത്രയോ പേർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ വണക്കുന്നു. ഇവിടെ എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്, നമ്മളെ ഓർപ്പിച്ചുണർത്തുക. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? യഹോവയെ ഓർപ്പിക്കുന്നവരെ ഉണ്ടാകിരിക്കുന്നത്. നമ്മളും ഓർപ്പിച്ച് കേട്ട വാക്കെടുത്ത് നമ്മൾ കേട്ട സാക്ഷ്യങ്ങള് ദൈവം ഓരോരുത്തർക്കും വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ ഞാനും കണ്ടു കേട്ടു എന്നാണ് അനുഭവിച്ചു പറഞ്ഞതാ. എന്നാൽ ഇന്നും ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇനിയും മറുപടി കിട്ടാനുണ്ട്. നമ്മളെ അറിയാമല്ലോ, സിസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പില് എന്റെയും പേരും കുടുംബം എന്റെ പേര് നിങ്ങൾക്ക് എല്ലാം അറിയാം. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് കാണും, നമ്മളത് വിശ്വസിക്കുക. കാരണം കുടുംബം ദൈവത്തിന്റെ സ്ഥാപനമാണ്. കുഞ്ഞുങ്ങളുടെ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി ആരംഭത്തിൽ തന്നെ കർത്താവ് അവസാനം കണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനൊക്കെ മറുപടികൾ നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തുതി കരയറ്റാം, ദൈവത്തിന് നന്ദി കരയറ്റാം. അതുപോലെ നാം അറിഞ്ഞ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുക, നാം അറിഞ്ഞ യേശുവിനെ തള്ളി പറയാൻ ഇടയാക്കരുത്. അതുപോലെ സുവിശേഷം പറയാൻ അവസരം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. അതുപോലെ കൂട്ടുകാരന്മാർക്കെതിരായി നമ്മൾ മുഖാന്തരം ആരെയും എടുക്കാനില്ല. വിഷയങ്ങൾ ഇഷ്ടം പോലെ ചുറ്റുപാടുകളിൽ കാണും. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെല്ലാം നന്നായി ചെയ്തു തരുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് നമ്മൾ കയറി പോവാൻ ദൈവം സഹായിക്കും. അതുപോലെ 1 Corinthians 8 അറിവ് ചീർപ്പിക്കുന്ന അറിവ്, എന്തെങ്കിലും കൂടുതൽ അറിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പലരോടും അത് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മളിലെ ആ ഒരു ചീർപ്പാണ് കാണുന്നത്. നമ്മുടെ അറിവ് ഒരിക്കലും അഹങ്കാരായിട്ട് മാറാതിരിക്കാൻ പ്രാർത്ഥിച്ച താഴ്മയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഏതൊരു കാര്യത്തിലും നാം ക്രിസ്തുവിനെ ഒഴികെ എപ്പോഴെങ്കിലും ഏതിനെങ്കിലും വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കുന്നെങ്കിൽ അത് നമ്മുടെ പ്രൈഡായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പ്രൈഡ് ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം 2 വർഷം അത് ദൈവം പറയുന്ന പാപമാണ്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ, ക്രിസ്തുവിലൂടെ കാണാനുള്ള കണ്ണ് നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് വിശ്വസിക്കുന്ന നമ്മൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ തേജസ് ഉള്ളവനായ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ആ തേജസ് നമ്മളിലേക്ക് പകർന്നു. നമ്മുടെ ഉള്ളില് കർത്താവുണ്ട്. അപ്പൊ നമുക്ക് മുഖവശം കാണിക്കാൻ പറ്റുമോ? എല്ലാ കർത്താവിനെ സ്വീകരിച്ച മക്കളിലും എന്തുണ്ട്? കർത്താവുണ്ട്. അതുകൊണ്ട്
ഞാൻ എന്റെ സ്കൈന ചിൽഡ്രൻസിലെ പിള്ളേരെ ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഞാൻ ക്രിസ്തുവിന്റെ മുഖമാണ് കാണുന്നതാണ്. അപ്പൊ അവരോട് ഞാൻ പറയാം, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ കാണണം. അപ്പൊ നിങ്ങൾക്ക് പിന്നെ വെറുപ്പ് വരത്തില്ല, വഴക്കുണ്ടാക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരതൊക്കെ ഏറ്റെടുക്കും. കൊച്ചു പിള്ളേരല്ലേ, അവരേറ്റെടുക്കും. എന്നാൽ നമ്മൾ വലിയവർക്ക് പറയുമ്പോഴത്തേക്കും ഇത് പഠിപ്പിക്കലാണോ എന്നൊക്കെ ഒരു തോന്നൽ വരും. അങ്ങനല്ല, കർത്താവ് നമ്മൾ അവരുടെ ഉള്ളിലും കർത്താവ് ഉണ്ട്. ആ കർത്താവിനെയാണ് നമ്മൾ അവരിലൂടെ കാണുന്നത് എന്ന് പറയുമ്പോൾ, ഒരു ശിശുവിനെ അടുത്ത് നിർത്തിയിട്ടല്ലേ കർത്താവ് പറഞ്ഞു, ഇങ്ങനെയുള്ള ശിശുവിനെ പോലെ നിങ്ങൾ ആകുകയെന്നല്ലേ പറഞ്ഞു. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളാകും. അതിനായിട്ട് കർത്താവ് ഒത്തിരി ഡിസിപ്ലിൻ നമ്മളെ പഠിപ്പിക്കും അല്ലെ. ഒത്തിരി ഡിസിപ്ലിനിലൂടെ നമ്മളെ കടത്തി വിടുന്നത് നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ജീവിതത്തിലെ പുതിയ നന്മകള് അനുഭവിക്കാൻ, അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ ആത്മീയ വർധന ഉണ്ടാകാനൊക്കെ നമ്മൾ ചില കഷ്ടതകളിൽ കൂടെ, ചില ശോധനകളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അത് പോലെ ആത്മാവിനെ നമ്മളെ ഫലമുള്ളവരാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മളെ ഡിസിപ്ലിൻ ദൈവം പഠിപ്പിക്കുന്നത്. അതുപോലെ കഷ്ടത വരുമ്പോൾ നമുക്ക് എന്നാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ ജ്ഞാനം, വിവേകം, അതിന് പിടിച്ചു നിൽക്കാനുള്ള ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവെ ദൈവിക ജ്ഞാനം കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണമേ, ഈ വഴികളിലൊക്കെ എനിക്ക് തനിയെ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് യാചിക്കുമ്പോൾ ആ ജ്ഞാനം നമ്മളിലോട്ട് പകർന്നിട്ട് ഓരോ മനുഷ്യരെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ദൈവം തരും. ഇപ്പം നമ്മുടെ പരീക്ഷ എന്തിനാ, ഡിയോട്ടോണമിയിൽ എന്താ പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്താണെന്ന് അറിയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവ് പറയുന്നുണ്ട്, ആവർത്തന പുസ്തകം 11 കണ്ടുപിടുന്നുണ്ട്, അദ്ദേഹം അവിടുന്ന് എങ്ങനെയാണ് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ട് നമ്മെ താങ്ങും. ഏത് കഷ്ടതകളിലൂടെ കടന്നു പോയാലും, ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും എന്റെ ദൈവം നമ്മളെ പിന്നെ അവിടുത്തെ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കരം താങ്ങിന. ഇപ്പൊ നമ്മള് ഭവനത്തിനകത്ത് ചിലപ്പോ ഭർത്താവിനാൽ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, മക്കളാൽ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം, അവരുടെ പിന്നെ ഭാവിയോടുള്ള ഉണ്ടായിരിക്കാം, നമ്മൾ ഉദ്ദേശിക്കാത്ത ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരാൻ. എന്നാൽ അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ഭർത്താവിനെ മാറ്റാനല്ല, എന്നെ ഒന്ന് എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. അവരുടെ പ്രവൃത്തികളെ എങ്ങനെയാ നമുക്ക് അവരെ ഉൾക്കൊണ്ടു പോകാനുള്ള, ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ സാധിക്കാൻ. കാരണം നമ്മുടെ ഒരു വാക്കിലായിരിക്കും, നമ്മുടെ പ്രവൃത്തിയിലായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ ചിലപ്പോൾ പോകുന്നത്. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ, ഒരുപക്ഷെ അവരിൽ നിന്ന് വന്നാലും അത് നമ്മളെ പണിയാനാണെന്നുള്ള ആ മനോഭാവം. അപ്പൊ ഭാര്യയ്ക്കും സ്നേഹം വേണം, ഭർത്താവിനും സ്നേഹം വേണം. എന്നാൽ രണ്ടുപേരുടെ കയ്യിൽ സാധനം ഇല്ലാത്ത കാരണം എന്നാ പറ്റും, ഇത് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഈ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള വാദം നടക്കുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിതം നഷ്ടമായി പോകാവുന്ന. ആ അവകാശവാദം ഒക്കെ വിട്ടിട്ട് ഈ സർവശക്തൻ സൃഷ്ടികർത്താവ് സകലത്തെ ഒഴിവാക്കിയവൻ നമുക്കായിട്ട് യാഗമായി തീർന്നു. നിന്നോട് കൂടെ ലോകാസ്ഥാനത്തുള്ള ഞാൻ കൂടെ ഉണ്ടെന്നല്ല ചെയ്ത, ഭയപ്പെടേണ്ടത് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ല ചെയ്ത മഹാവീരനായ ദൈവമായ യഹോവ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നല്ല ചെയ്ത ദൈവം, ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നെന്നല്ല ചെയ്ത ദൈവം. ഇത്രയൊന്നും വാഗ്ദത്തങ്ങൾ ഇവിടെ മറ്റാരും നമുക്ക് തരുന്നില്ല. അപ്പൊ ആ ദൈവം, ആ സർവശക്തനായ സർവ സൃഷ്ടികർത്താവായ ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചാൽ ഈ ലോകത്തിന്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ അവകാശവാദവും പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല. അതിനെന്താണ്, ദൈവത്തിന് സബ്മിറ്റ് ആകും അല്ലെ. പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, ദൈവത്തിന് കീഴടക്കും എന്നാ പറയുന്നത്. അപ്പം ഈ പിശാച ഇതൊക്കെ കൊണ്ടേയിടുന്നത്, അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അങ്ങനെയായിരുന്നു വേണ്ടേ, ഇങ്ങനെയായിരുന്നു വേണ്ടേ, എന്തെല്ലാം പെരുവിറുപ്പുകളായി കണക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത്, എനിക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്നതും ഒക്കെയാ കേട്ടോ. അതിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയല്ല പിശാചിനോട് എതിർത്തേക്ക് അവൻ ഓരോന്നും നമ്മളോട് പറയുമ്പോ, ഇസ്രായേൽ ജനം പെരുവിട്ട് നശിച്ചുപോയ പോലെ ആകാൻ ഇടയാക്കാതിരിക്കേണ്ടതിന് നമ്മളും പെരുവിറുക്കാതെ സഭ്യത്തലോടെ കർത്താവിന് കീഴടങ്ങാം. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ എത്രയോ കാണുന്നു. അപ്പൊ നമ്മൾ എത്രത്തോളം എളുപ്പത്തിൽ കീഴടങ്ങുന്നോ അത്രത്തോളം സുരക്ഷിതത്തിലേക്ക് നമ്മളെ. അതുകൊണ്ട് യേശു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി എന്ന പോലെ തന്നെ നമുക്കും ഒത്തിരി കാര്യങ്ങൾ നമ്മളെ തന്നെ ഒഴിച്ചു കളയുന്നുണ്ട്. ആ കർത്താവിന് വേണ്ടി, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി കീഴടങ്ങാൻ നമുക്ക് കഴിയത്തുള്ളൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലെ 1-2 വാക്യമൊക്കെ എന്താ പറയുന്നത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ എന്നാ പറയുന്നത്.
അപ്പൊ നമുക്ക് പലപ്പോഴും അത് ചിന്തിക്കാൻ പറ്റാതെ വന്ന് നമ്മുടെ ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തെ കുറിച്ച് ചിന്തിച്ച് പോകുന്നത്. അപ്പം ദൈവത്തിന്റെ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ കൊലോസി ലേഖനം വായിക്കുമ്പോ ഇങ്ങനെയാ വായിക്കാനൊക്കെ ഇരിക്കുമ്പോ ചിലപ്പോ ഇവിടെ താമസിക്കും. ജെസിയാന്റി എന്തോ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ. ദൈവത്തിന്റെ വൃതന്മാരും, അതായത് കൊലോസി ലേഖനം 3:12 മുതൽ എഴുതിയിരിക്കുവാണ്. ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം മുറുകുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേ. എങ്ങനെയാ തമ്മിൽ ക്ഷമിക്കാൻ പറ്റുന്നത്? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ചെയ്യുകയും. അപ്പൊ കർത്താവ് ക്ഷമിച്ച ക്ഷമ, ഈ കർത്താവിന്റെ മുഖത്തേക്കുള്ള നോട്ടം, കർത്താവിനെ ധ്യാനിക്കുക, ഇങ്ങനെയുള്ള ആ ഒരു ഏകാഗ്രതയിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുകയും ക്രിസ്തുവിന്റെ സമാധാനത്തെ നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. അപ്പൊ നമ്മളുടെ ഇടയ്ക്ക് വലിയ കോപിച്ചൊക്കെ ഭവനത്തിൽ ഓരോരുത്തർ വരും, ചിലപ്പോ സഭയിൽ വരും, എന്തെല്ലാം പ്രയാസങ്ങളാണ് നമ്മുടെ സഭയുടെ കാര്യത്തിൽ, എല്ലാ സഭകളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു. അവിടെയൊക്കെ എന്നതാണ് ഈ സ്നേഹം ഭയത്തെ പുറത്താക്കുക. അപ്പം എവിടെയൊക്കെയോ ഈ മനുഷ്യരുടെ ഉള്ളിൽ ഭയം കിടന്നിട്ടാണ് ഈ കോപമായിട്ട് അത് പുറത്തു വരുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും പറയാം, കോപമായിട്ട് പുറത്തു വരും. അപ്പൊ സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന ഈ കാൽവരിയിലെ ആ സ്നേഹത്തിലേക്ക് ഒരു വരവ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവമായിട്ട് ആ ദൈവ സമാധാനത്തിന്റെ സമ്പൂർണതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മളെ എന്തിനാണ് ഈ ഡിസിപ്ലിനിലേക്കൊക്കെ ദൈവം നടത്തുന്നത്? 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തോട് നമ്മൾ അനുരൂപരാണ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കും, ക്രിസ്തുവിന്റെ അനുരൂപരാകുകയും. ആദ്യം നമ്മൾ 2:5 അങ്ങനെയാണ് വായിച്ചത് അല്ലെ, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ അല്ലെ. രണ്ടാമത് നമ്മളെ ദൈവ അതിലൂടെ നടത്തുന്നത് എങ്ങനെയാണ്? കഷ്ടത വർദ്ധത ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ടാണ്. നമ്മളിലൂടെ അനേക കാര്യങ്ങൾ കർത്താവിന് ചെയ്തെടുക്കാനാണ്. അതിനാ ദൈവ സ്വർഗസ്ഥലത്ത് എത്തുവാൻ, വലതുഭാഗത്തെത്തുവാൻ നമ്മളെ ഒക്കെ തിരഞ്ഞെടുത്തത്. ആ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കാണ്. ഇതിലൂടെ ആണ് നാം ക്രിസ്തുവിനെ ശരിക്കും അറിയുന്നത്. നമ്മള് ഒരു ഹൃദയത്തിലെ വിചാരങ്ങൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലൊക്കെ അതേ വിധത്തിൽ വചനം നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ദൈവത്തെ, ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു, ക്രിസ്തുവിനെ രുചിച്ചറിയുന്നു. നമ്മളെ ഏത് വിഷയത്തിലാണേലും ഒരു പ്രാവശ്യം ഒന്ന് തോറ്റു കൊടുത്താൽ പിന്നെ 2ാമത്തെ പ്രാവശ്യം തോറ്റു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. 3ാമത്തെ പ്രാവശ്യം തോൽവി എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ ആകത്തില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമായിട്ട് തീരും. എന്നാല് നമ്മൾ ഒരു പ്രാവശ്യം ഒരു വചനം കേട്ടു, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല, അത് പറവ കുത്തിക്കൊണ്ട് പോയി കാണും. അങ്ങനെ കുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ കേൾക്കും, പിന്നെ നമ്മൾ പഴയ പിടിക്കും. എന്നാൽ ഒരു പ്രവൃത്തി വളരെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു ശീലമായി പോകും. ആ ശീലം നമുക്ക് പലപ്പോഴും പാരമ്പര്യത്തിലേക്കൊക്കെ അതാ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ കാണും. ഇതൊരു ശീലമായിട്ട് ഇങ്ങനെ പല രീതിയിലൊക്കെ പോവുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളൊന്ന് തോറ്റു കൊടുക്കാൻ, നമ്മളൊന്ന് മാറി നിൽക്കാൻ, ആ ദൈവിക സമാധാനം ഒന്ന് അനുഭവിക്കുവാൻ ഒക്കെ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുക. നമ്മളിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടെങ്കിൽ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിനായിട്ട് നമുക്കൊരു ദാഹം വേണം. ആ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ചെല്ലുവാൻ കാക്ഷിക്കുന്ന മറിയ കർത്താവിന്റെ അടുത്ത് അല്പം മതി. അത് കർത്താവുമായിട്ടുള്ള ബന്ധമായിരിക്കും അല്ലെ. എന്നാല് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് എന്തുവാണ്? യഹോവ എപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനിതെന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലത്തിൽ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നവനോ യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചുകൊള്ളുവീനെന്ന് തന്നെ പ്രശംസിക്കുവാനായിട്ട്, കർത്താവിനെ പ്രശംസിക്കുവാനായിട്ട് ഇടയാകണം. ആത്മാവിലെ ദാരിദ്ര്യമുള്ളവരായിട്ട്, ആത്മാവിലെ ദാരിദ്ര്യം കർത്താവുമായിട്ട് ഇത്തിൽക്കണ്ണി പോലെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിൽ കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ബന്ധത്തിൽ നമ്മൾ ഒന്നിച്ച് നോക്കിയിരിക്കുന്നെങ്കിൽ കർത്താവ് നമ്മളെ നടത്തുവാൻ ശക്തനാണ്. നമ്മൾ വായിച്ച വചനത്തിൽ ഒന്നും കൂടെ നമുക്ക് നോക്കാം. അതിനകത്ത് എബ്രായ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള കർത്താവിനെ ധ്യാനിച്ചു കൊള്ളുകയും അല്ലേ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. ഇങ്ങനെ യേശുവിനെ നമ്മൾ നോക്കാൻ പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4:16 ഒരു വാക്യം പറയുന്നത്,
4:16 ഇങ്ങനെ പറയുന്നു, ഈ മനുഷ്യര് എന്ത് ചെയ്യുന്നു, പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. സുന്ദരം എന്ന ഗോപുരത്തിന്റെ ഗോപുര വാതിൽക്കൽ ഇരുന്ന ഒരു മനുഷ്യനെ എന്നെ പത്രോസും യോഹന്നാനും കടന്നു പോയപ്പോ ഞങ്ങളെ നോക്കുവിൻ എന്നാ പറഞ്ഞത്. ഞങ്ങളെ നോക്കുവിൻ അല്ലെ, നമുക്ക് തരാൻ മറ്റു വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവനെപ്പോഴും എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും. എന്നാല് അവരെന്നാ പറഞ്ഞിരിക്കുന്നത്, ഈ യേശുവിനെ നോക്കിയ പത്രോസും യോഹന്നാനും ഒക്കെ പറഞ്ഞത്, നിങ്ങളെ ഞങ്ങളെ ഒന്ന് നോക്കാം, നിന്റെ മുഖത്തേക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ഉദാരത്തോടെ കണ്ടിക്കുകയാണ് അല്ലെ. അപ്പം അതിനെ കുറിച്ചുള്ള ഒരു പ്രത്യക്ഷമായ കാര്യം അനേകരും കണ്ടു. അതാണ് 4-16 വാക്യത്തിന്റെ പശ്ചാത്തലമാണ് സുന്ദരമെന്ന ഗോപുരത്തിന്റെ. അപ്പൊ അവിടെ എന്തുവാണ് പ്രസിദ്ധമായിട്ട് ഇവര് പ്രസിദ്ധമായിട്ട് കാണുകയാണ്. പ്രത്യക്ഷമായ ഒരു അടയാളം കണ്ടു, അതിനെ അനേകരും പ്രസിദ്ധമാക്കി. അതുപോലെ തന്നെ അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇന്ന് ഈ ഒരു വിശ്വാസത്തോടെ ഈ ക്രിസ്തുവിനെ നോക്കുന്നവരെ നമുക്ക് അവിടുന്ന് ലഭിക്കേണ്ട ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നാളുകളായിട്ട് ലഭിക്കാത്ത വാതിലുകൾ തുറക്കാത്ത ഏതൊക്കെ അവസ്ഥകളാണോ അതിനകത്ത് കർത്താവ് ഇന്ന് ആർക്കും നിഷേധിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിടുതൽ പ്രത്യാശയോടെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ ദൈവം ആ ഒരു പ്രത്യക്ഷമായ അടയാളം ജീവിതത്തിൽ തരും, എന്റെ ജീവിതത്തിൽ തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കുറഞ്ഞു പോകാതെ മണിക്ക് പോകാതെ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യാപകലില്ലാതെ നിലവിളിക്കുന്നവർക്ക് വേണ്ടി ചെയ്ത് നടത്തുന്നത്. അതുകൊണ്ട് എന്തോ പറയുന്നത്, അത് പ്രത്യക്ഷമായിട്ട് നമ്മുടെ ഇടയിലാണ് ദിവസം അത് പ്രസിദ്ധമാവും. അനേകരും അത് കാണും. സക്രിയാവിൽ നന്മ ചെയ്തപ്പോ പറഞ്ഞതാണ്, ഇവൾക്ക് ദൈവം നന്മ ചെയ്തത് കൊണ്ട് അവളുടെ ചാർച്ചക്കാരും ബന്ധുക്കളും അയൽപക്കക്കാരും സന്തോഷിച്ചെന്നാ പറയുന്നത്. ഇപ്പൊ കണ്ടു നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക പ്രത്യക്ഷമായ ഒരു അടയാളം നമ്മളൊന്ന് ഏറ്റെടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. അത് അനേകരുടെ ഇടയിൽ പ്രസിദ്ധമാകും. അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ദൈവം അത് ചെയ്തിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. അലങ്കരിക്കപ്പെട്ട പോലെ ഒരു യെരൂശലേം പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അലങ്കാരം, ഒരു മനോഹരം, ഒരു സൗന്ദര്യം നമ്മുടെ എല്ലാ മേഖലകളിലും സ്വർഗത്തിലെ ദൈവം തരാൻ പോകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എവിടെയൊക്കെ ആരൊക്കെ മൂടുപടം ഇട്ടിരിക്കുന്നോ ആ മൂടുപടങ്ങളെയൊക്കെ മാറ്റി, ഇരുട്ടിനെ മാറ്റി ആ കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ഉദിപ്പിക്കാൻ നമ്മുടെ ദൈവം മതിയായവനാണെന്ന് നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ മാത്രം ധ്യാനിച്ചും മാനിച്ചും മുന്നോട്ട് പോകാം. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടത്തില്ല. ആ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിൽ ദരിദ്രമുള്ളവരായിക്കാൻ ഒരിക്കലും ആത്മാവിൽ സംരംഭം നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് ധനമുണ്ട്, മാനമുണ്ട്, നമ്മളെ പഠിപ്പിക്കാൻ അത്രയും പൈസ മുടക്കി എല്ലാം നമ്മള് ഒരുക്കിയച്ച് നമ്മൾ പോയി കർത്താവിനെ ആശ്രയിക്കുന്നത് ഒരിക്കലും ആശ്രയമല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പാ ഞാനിത് ചെയ്യണോ, ഞാൻ ഇതിന് മുന്നോട്ട് പൊക്കോട്ടെ, ഇതാണോ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നത്, ആ അടയാളങ്ങളെ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആ ഒരു സമാധാന വിഷയം പ്രാപിച്ചുകൊണ്ട് സ്റ്റെപ്പ് വെക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇപ്പൊ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കാൻ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുന്നവനായ യേശുവിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ ദൈവം സഹായിക്കട്ടെ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ കാരണം സൂസനാനി പറഞ്ഞല്ലോ, നമ്മുടെ കാശ്മീരിൽ എനിക്കൊരു ട്രിപ്പ് പോകാൻ സ്വർഗത്തെ ദൈവം സഹായിച്ചു. ആക്ച്വലി അത് ശരിക്കും പറഞ്ഞാല് 2 വർഷമായിട്ട് ഞാൻ ജമ്മു കാശ്മീർ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാല് എല്ലാ സ്റ്റേറ്റിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവരാണ്, ചെയ്യുന്നവരുമാണ്. എന്നാൽ ഇത് ഒരു എസ്പെഷ്യലി ചിലപ്പോ ഒരു ഭാരത് അങ്ങനെ ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാല് ഞങ്ങളുടെ 24/7 പ്രയർ മൂവ്മെന്റിന്റെ ഒരു വ്യത്യസ്തമായ ഇതാണ് ട്രൈ ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കേരളത്തിൽ നിന്ന് ഒരു ഉണർവ് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഓരോ ദിവസവും രാവിലെ 4 മുതൽ 5 വരെയുള്ള അന്യഭാഷാ പ്രാർത്ഥന കഴിയുമ്പോൾ ഓരോ അത്ഭുതങ്ങളും വചനങ്ങളും ഇങ്ങനെ കേട്ട് ഞങ്ങൾ ആത്മീയ വർദ്ധന പ്രാപിച്ചിങ്ങനെ പോകുമ്പോൾ അതിനിടയ്ക്ക് ദൈവം കൊടുക്കുന്ന ഓരോ ആലോചന പ്രകാരമാണ് മൂവ്മെന്റുകൾ വരുന്നത്. അങ്ങനെ ക്രൈ ഫോർ ഇന്ത്യ എന്നുള്ള മൂവ്മെന്റ് വന്നു. ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ ഒരു ഫോം ഇട്ടു. അപ്പൊ ഞാനും ഇട്ടിരുന്നു. അവര് തരുന്നതായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞു. അങ്ങനെ അവര് പിന്നെ മൊത്തം സ്റ്റേറ്റ്സ്, ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റ്സിന്റെ ഒരു സ്റ്റേറ്റിന്റെ ഓവർസീറായിട്ട് എന്നെയും വിടുവാന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ദൈവം വരുന്ന മൂവ്മെന്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്തു. എന്നാൽ ഇവര് പറഞ്ഞു മൊത്തം ഞങ്ങൾ ഇങ്ങനെ ഷഫല് ചെയ്യും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തരും.
അപ്പൊ ഞാനിങ്ങനെ പയ്യനെ ഈ ജമ്മു കാശ്മീർ പോകാനായിട്ടും ഒക്കെ ഉള്ളത് ഇങ്ങനെ സംസാരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ആ കറക്റ്റ് സമയമായപ്പോ ഇവര് ഷഫല് ചെയ്ത് എനിക്ക് തരുന്നത് ജമ്മു കാശ്മീർ എന്ന സ്റ്റേറ്റ് ആണ്. അന്നേരം എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കർത്താവിന്റെ ഒരു പദ്ധതിയുണ്ട്. ശരിക്കും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം പോകണമെന്നും കൂടി ആഗ്രഹിച്ച് മൂവ്മെന്റും കൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവരും എനിക്ക് മോളിൽ നിന്ന് ഷഫിൽ ചെയ്ത് എനിക്ക് വിട്ടിരുന്നത് ജമ്മു കാശ്മീർ. അങ്ങനെ ഞാൻ അവിടെ പോകാനിടയായി. അവിടെ കാലുകുത്തി പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചു. ഒന്നും ഒരു പ്രൈഡായിട്ട് എടുക്കുമല്ല, അത് കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേശത്തെ നമ്മൾ അവകാശമാക്കുമ്പോൾ അതൊക്കെ ദൈവം നൽകി തരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനു മുമ്പ് എനിക്ക് ആഫ്രിക്കയ്ക്ക് പോകാൻ ദൈവം അവസരം ഒരുക്കി. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ പ്രെയർ ചിൽഡ്രൻസ് മിനിസ്ട്രികൾ ചെയ്യുമ്പോൾ അവർക്ക് ആഫ്രിക്കയുടെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ എഴുതി ഓരോ പേപ്പർ അവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചല്ല. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതികളാണെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. അന്നൊന്നും ഒന്നും വിചാരിക്കാതെ ഓരോ ബെഡൻ തരുന്ന സ്ഥലങ്ങള് സെപ്പറേറ്റ് എഴുതി പ്രാർത്ഥിച്ചു കൊടുത്തു. അവസാനം അവിടെ പോകാൻ ദൈവം സഹായിച്ചു. പിന്നെ നന്ദിഗ്രാം തന്നെ ദൈവം എനിക്ക് സൗണ്ട് കേൾപ്പിച്ചു. പക്ഷെ നന്ദിഗ്രാം എനിക്ക് ഇതുവരെ കാൽമുട്ടാൻ പറ്റിയില്ല. ബട്ട് അവിടെ കടന്ന് കൽക്കട്ട കടന്ന് ത്രിപുര പോകാനും അവിടെ ദൈവിക ശുശ്രൂഷകളിലൊക്കെ ഭാഗമാക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. രാജസ്ഥാന് നമ്മുടെ സൂസനാറ്റിയുടെ പോകാൻ ദൈവം സഹായിച്ചു. അവിടെ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മിഷൻ ട്രിപ്പ് എന്നല്ല, എനിക്ക് അവിടെ കാണാൻ, അവിടുത്തെ കൺവെൻഷൻ, അവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. അത്രയും അവിടെ നിന്ന് സഹായിച്ചു. ഇതിപ്പം ഇങ്ങനെ പോയി ഒരു സാറാമ്മ ചെറിയാനാണ് 2 വർഷം മുമ്പ് ആന്റിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവര് എയർഫോഴ്സ് റിട്ടയർ ആണ്. റിട്ടയർ അല്ല, വോളണ്ടറി റിട്ടയർമെന്റ് ഇട്ട് ദൈവവേലയ്ക്ക് കാലുകുത്തിയതാണ്. ഡൽഹിയിലെ ലാസ്റ്റ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാശ്മീരില് വേല ചെയ്യാൻ പറഞ്ഞ് അവിടെ വന്ന് വേല ചെയ്യുന്നവരാണ്. ഇപ്പൊ 77 വയസ്സുണ്ട്. മക്കളൊക്കെ പറയും ഇച്ചിരൂടെ കംഫർട്ട് സോണിലൊക്കെ അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതാ മാറാൻ. പക്ഷെ അമ്മ പോകത്തില്ല, കാരണം കർത്താവിന്റെ വിളി കേട്ടതാ. അതാണ് ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാല് അതിൽ നിന്ന് വ്യതിചലിക്കാൻ ആർക്കും കഴിയും. എന്നാല് അവിടെ വലിയ അത്ഭുതകരമായിട്ട് ഒരു കുഞ്ഞ് ഒരു കുളത്തിൽ വീണ മരിച്ചു. ആ മരിച്ചുപോയ കുഞ്ഞിനെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് ജീവിച്ചു. ഇന്നും ആ കുഞ്ഞ് ഒരു കുടുംബസ്ഥരായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോ ആ സ്ഥലമാണ് ഇവർക്ക് ദൈവവേലയ്ക്ക് കൊടുത്തത്. അപ്പൊ ഇതൊരു താഴ്ന്ന പ്രദേശമല്ലേ, കുളമായിരുന്നു കാണാൻ, പിന്നെ ആലയമാക്കിയത്. അതുകൊണ്ട് അവരുടെ എല്ലാ മഴക്കാലത്തും അവിടെ വെള്ളം കിട്ടും. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുക. ആന്റി പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്, പ്രാർത്ഥന ചോദിക്കുക. അവിടെ ആ ആലയം എങ്ങനെയെങ്കിലും പോക്കണം. കാരണം കഴിഞ്ഞ കൊല്ലത്തെ മഴയത്ത് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഇവര് വെള്ളം കോരുമായിരുന്നു. അപ്പൊ അവർക്ക് അത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയുള്ള ജനത്തിന്റെ വിശ്വാസം, നമുക്കൊന്നും വിശ്വാസമേ ഇല്ല, പ്രാർത്ഥനയില്ല. കണ്ണടച്ച് കൊച്ചു പിള്ളേര് വരെ അഭിഷേകത്തിൽ. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന കൊച്ചു പിള്ളേരുടെ ആവശ്യങ്ങളാണ് സ്പിരിച്വൽ ഗ്രോത്ത്. അവരുടെ ആവശ്യങ്ങളാണ് സ്പിരിച്വൽ ഗ്രോത്ത്. അതുപോലെ അവര് കാണുന്ന സ്വപ്നങ്ങൾ, അതൊക്കെ ചോദിക്കുക, അതിന്റെ അർത്ഥങ്ങൾ ഇതൊക്കെ ഒത്തിരി സംശയങ്ങൾ. അതുപോലെ നിൽക്കുവാൻ ജനം, അവർക്ക് വിശ്വാസമാണ്, പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി കാണും. അത്രയ്ക്കും ഒരുപാട് ആൾക്കാര്. പിന്നെ ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം കൂടി ഇതെല്ലാം നമ്മളെ എഴുതി വെച്ച് അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ജമ്മു കാശ്മീരിന്റെ ശ്രീനഗർ എന്ന ഡിസ്ട്രിക്റ്റ് ആണ് അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ്. അതിനകത്തെ 30 ടൗണുകളാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് പറഞ്ഞപ്പോഴും സാറന്മാര് പെട്ടെന്ന് 7 പേരെ കണ്ടെത്തി, 7 ടൗൺ, 7 പേരെ കണ്ടെത്തി അവരും പ്രാർത്ഥിക്കുക, ഇവിടെയും പ്രാർത്ഥിക്കുന്നുണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥനാ മൂവ്മെന്റ് കർത്താവ് നൽകി തന്നു. പോകാൻ ദൈവം സഹായിച്ചു. ക്ഷേമത്തോടെ പണിക്ക് സഹായിച്ചു. ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു, എല്ലാത്തിനും 1-2 പേര് കൂട്ടത്തിലുണ്ടായിരുന്നു. എങ്കിലും ഇവിടെയും ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. കുഞ്ഞുങ്ങൾ അവിടെ അച്ഛയാണെങ്കിൽ ഖത്തറിലെ എന്താണ് എപ്പോഴാണ് ഒന്നും അറിയത്തില്ല. പക്ഷെ എല്ലാം കർത്താവ് സമ്മാനം ചെയ്തു. നല്ല എക്സ്പീരിയൻസുകൾ ദൈവം തന്നു. ഇനിയും രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവ് പറയുന്ന വേലയ്ക്ക് ചുമല് കൊടുക്കുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ റൂത്ത് പ്രെയർ മിനിസ്ട്രി, ഇന്നലെ ഞാൻ ഒരാളെ പോയി മീറ്റ് ചെയ്തു. നമ്മുടെ ഒരു മിനിറ്റ് കൂടെ എടുക്കത്തുള്ളൂ, പെട്ടെന്ന് നിർത്താം. നമ്മുടെ റൂത്ത് മിനിസ്ട്രിയിൽ അനേക വിധവമാർക്ക് ദൈവം ഭവനം വെച്ചു കൊടുക്കാൻ സഹായിച്ചു. 1 മിനിറ്റ് കൂടെ എടുക്കാം. 7 മണിയാവുന്ന എല്ലാവരും ഇറങ്ങി പോകും. അപ്പൊ അതുപോലെ ഞാൻ ഇന്നലെ ഒരാളെ മീറ്റ് ചെയ്തു, ഷിജി എബ്രഹാം. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ട് ഷിജി എബ്രഹാം. ഞാൻ യൂത്ത് പ്രെയർ മിനിസ്ട്രിയുടെ ഗ്രൂപ്പിൽ അത് ഇടാനിടയായി. ചിലപ്പോൾ ഞാൻ സിസ്റ്റേഴ്സിൻ ഗ്രൂപ്പിൽ സൂസനായിട്ട് ഇടാൻ അതുപോലെ അത് ദൈവത്തിന്റെ ഗീതമുള്ളവരും ദൈവത്തിന്റെ പ്രേരണയുള്ളവരും അതിനെ കൈത്താക്കം കൊടുക്കുക. ഞാൻ ചെന്ന് കാണുന്നു, എനിക്കറിയാം ഞാൻ പെട്ടെന്ന് തകരുന്ന ആളാ.
ഷാൻഡിയുടെ വിഷയത്തിലൊക്കെ ആന്റി എന്നെ കരം പിടിച്ച് ബലപ്പെടുത്തിയോണ്ടാണ് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞാ ഞാൻ ആലയിലയിൽ എഴുതിയത്. അത്രയ്ക്കും ഞാൻ തകർന്നായിരുന്നു അവിടെ ചെന്ന് എന്ന് പറഞ്ഞാലൊക്കെ ഷീജയുടെ വീട്ടിൽ ചെല്ലുമ്പോ 10-40 വർഷമായ കൊച്ചു കുടില അവിടെ. ആ കുഞ്ഞിന് നടക്കാൻ മേല, അത് ബെഡിൽ ഇരിക്കുക, അതിനെ ഇറക്കി ഒരു ഇത് വെച്ചിട്ട് വലിച്ചാണ് അവര് കൊണ്ടുപോകുന്നത്. നമുക്കൊരു വീൽ ചെയറിൽ ഇരിക്കാനുള്ള ഇതും കൂടെ പറ്റത്തില്ല, അങ്ങനെ പോലുമുള്ള ഒരു ഇതില്ലാതെ. പക്ഷെ അവൾക്ക് ടാലന്റ് ഉണ്ട്. അവര് ബുക്ക് എഴുതി, അവള് കവിതകൾ എഴുതുന്നുണ്ട്. ആ ബുക്ക് എഴുതി കിട്ടിയ കുറച്ച് പൈസയും അങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ആ വീടിരിക്കുന്നത് തൊട്ടടുത്തൊരു വീട് ഉണ്ടാക്കണം. അവർക്ക് അത്യാവശ്യം ഇടിഞ്ഞു കളിഞ്ഞ് കിടക്കുന്ന ഈ വീട്ടിൽ അവർക്ക് അധികം താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഒരു വീട് ഉണ്ടാക്കാനുള്ള ആഗ്രഹം. പക്ഷെ അതിന് കാല് കുത്തിയെങ്കിലും ചെറിയ കൈ കെട്ടണമല്ലോ. അതുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഗ്രൂപ്പിലിടാം. പറ്റുന്നവരെ നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ദൈവാത്മ പ്രേരണ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ഫലമായി അനുഗ്രഹിക്കട്ടെ. അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രായമായി. എത്രത്തോളം ഈ കുഞ്ഞിനെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇച്ചിരൂടെ ഒരു സൗകര്യമെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് മുന്നോട്ട് കൊണ്ടാൻ പറ്റും. അവർക്കൊരു നല്ല ഭവനം ഉണ്ടാകണം. പ്രാർത്ഥിക്കാം. യൂത്ത് മിനിസ്റ്ററുടെ ശുശ്രൂഷയോർക്ക് പ്രാർത്ഥിക്കാം. ഇടയിലെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സുസനാറ്റി തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. കേട്ടിരുന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ നന്ദി പറയുന്നു. എന്റെ 2-3 ദിവസത്തെ യാത്രകളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം ജെസ്സി ആന്റി കരം പിടിച്ച് സഹായിച്ചതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ സമയങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ദൈവം സഹായിച്ചു. ജെസ്സി ആന്റി നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യാത്ര ചെയ്യാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.